മഞ്ഞപ്പട ടീമിനെ ഉപേക്ഷിച്ചിരിക്കുന്നു, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പുതിയതായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ കണ്ടതാണ് മഞ്ഞപ്പടയുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോ ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് ചില ആളുകളോടാണ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട്. സോ അവര് ഇപ്പോഴും ISL ഒരു ശത്രുപക്ഷമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ISL ഇപ്പോഴും ഉണ്ടോ, ഇതൊക്കെ ആരെങ്കിലും ഒക്കെ കാണുമോ, ബ്ലാസ്റ്റേഴ്സോ എന്തോന്ന് ടീം, അത് ഒരു കപ്പുണ്ടോ ഇതുവരെ, ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. സോ അവരുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് തന്നെ, സോ ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാകും എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, എങ്കിലും പറയുകയാണ്. ഇവരുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IPL കൾച്ചറാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിട്ട് കപ്പ് മുഖ്യം, ബിഗില് ആ പരിപാടിയൊക്കെ തന്നെയാണ്. അപ്പോ ഇവര് കുറച്ച് ആളുകൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് നേരമായിട്ട് ഇവര് പറയുന്നത്, കാര്യമായി അവന്മാർ അഹങ്കാരം തീർന്നു, ഇതൊക്കെ പൂട്ടാൻ പോവുകയാണ്, നിർത്താൻ പോവുകയാണ്, ഇതൊക്കെ നിർത്തട്ടെ, എന്തിനാ വെറുതെ ISL എത്ര നാളാ കളി, എന്തൊരു ലാഗ. എന്നുവെച്ചാ ഫുട്ബോളിനെ പറ്റിയിട്ട് യാതൊരു ധാരണയും ഇല്ലാത്ത സംസാരങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ ഇവർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു ഫാൻ കൾച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രാജസ്ഥാൻ റോയൽസ്, പെട്ടെന്ന് സഞ്ജു ചെന്നൈയിലേക്ക് വരുന്നു, സോ അവരും അതുകൊണ്ട് ചെന്നൈയിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ഒരു കൾച്ചറിലുള്ള ചില ആളുകളും ഫാൻസുമാണ് ഇത്. അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മൾ ഫുട്ബോൾ കൾച്ചറിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടോ വന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം എന്ന് വെച്ചത്, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ ഇവരുടെ തലയിൽ കയറുവാണെങ്കിൽ കയറട്ടെ എന്ന് വെച്ചിട്ടാണ്. ബ്രോ, നമ്മൾ ഈ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന പരിപാടി നമ്മൾ ടീമിനെ എന്നേക്കുമായിട്ട് ഇട്ടിട്ട് പോവുകയോ, അല്ലെങ്കിൽ ഇനി മേലാൽ ടീമിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പറയുകയോ അല്ല. സോ നമ്മുടെ ടീം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് മാനേജ്മെന്റിനെതിരെയാണ് നമ്മുടെ ഈ സ്ട്രൈക്ക്. ഈ സിറ്റുവേഷൻ മാറണം, അതിനുവേണ്ടി ടീമിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് എടുത്തിരിക്കുന്നത്. ഇതൊരു സമരമാണ്, ഇതൊരു സ്ട്രൈക്കാണ്. അപ്പോ നമ്മളുടെ കുറെ ഡിമാൻഡ്സ് ഉണ്ട്, അതായത് മഞ്ഞപ്പടയുടെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. ഈ ഡിമാൻഡ്സ് ഒക്കെ മാനേജ്മെന്റ് എപ്പോൾ അംഗീകരിക്കുമോ ആ സമയത്ത് നമ്മൾ തിരിച്ച് വീണ്ടും ഈ ടീമിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ചാൻഡ് ചെയ്യാനായി ഗാലറികളിലേക്ക് എത്തുന്നതാണ്. നമ്മളുടെ എല്ലാ പ്രോഗ്രാമുകളും റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ ടീമിനെ ഇട്ടിട്ട് പോകുകയൊന്നും അല്ല. നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കണ്ട. പിന്നെ ഈ ISL ഒന്നും നിൽക്കാനൊന്നും പോകുന്നില്ല. ISL നിൽക്കത്തുമില്ല. ഫുട്ബോളിന്റെ നിലവാരം ഇനി കൂടി വരും എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടു കാണും, കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ് മത്സരത്തിന്റെ അറ്റ്മോസ്ഫിയർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും കണ്ടു കാണും. സോ ഇന്ത്യൻ ഫുട്ബോൾ വന്നിരിക്കും. നമ്മളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത്. സോ നിങ്ങളും അതിലേക്ക് അണിചേരുക, നിങ്ങളും ഫുട്ബോളിനെ പറ്റിയിട്ട് അറിയാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ക്രിക്കറ്റ് പോലെ തന്നെ ഫുട്ബോളിനെ കാണാതെ ഇരിക്കുക. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒരു ഫുട്ബോൾ കൾച്ചറിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ താങ്ക് യു.